ക്യാൻസറിന്റെ പ്രിവെൻഷനും ട്രീറ്റ്മെന്റിനും പ്രകൃതി ചികിത്സയുടെ ഒരു റോൾ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അതായത് ക്യാൻസർ എന്ന് പറയുന്നത് പ്രകൃതി ചികിത്സയിലൂടെ ചികിത്സിക്കാൻ കഴിയുന്ന ഒരു രീതിയാണ്. ക്യാൻസർ ലാസ്റ്റ് ഘട്ടത്തിൽ പല ക്യാൻസർ രോഗികളും പ്രകൃതി ചികിത്സയിലൂടെ രക്ഷപ്പെട്ട അനുഭവങ്ങളുണ്ട്. നമുക്ക് വരുന്ന അധിക കേസുകളും കീമോയും റേഡിയേഷനും ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഘട്ടത്തിലാണ് ആളുകൾ വരുന്നത് എന്നുള്ളതാണ്. 1-2 കേസുകൾ പറയാൻ പറ്റും. ഇവിടെ തിരുവനന്തപുരം കൊടപ്പനക്കുന്നിൽ നിന്ന് ഒരു 1-2 വർഷം മുമ്പ് 50 ലക്ഷം രൂപ കുടൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട് 50 ലക്ഷം രൂപ തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിന് വിധേയമായി 50 ലക്ഷത്തോളം രൂപ ചിലവായതിന് ശേഷം അവസാനം അവരോട് ആ ഹോസ്പിറ്റൽ അധികാരികൾ പറഞ്ഞത്, ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടതില്ല, പേരൂർക്കട ഗവൺമെൻറ് ആശുപത്രിയിൽ പോയിട്ട് ട്രിപ്പ് ഇടുക എന്നതാണ്. നിങ്ങൾ ലാസ്റ്റ് ഘട്ടത്തിലേക്കായി പേരൂർക്കട ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ട്രിപ്പ് ഇട്ടാൽ മതി, ഇത്രയും ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നാണ് പ്രമുഖ ഹോസ്പിറ്റലിൽ പറഞ്ഞത്. അപ്പോൾ അവർ അതിന് ശേഷമാണ് അങ്ങനെ അതികഠിനമായ വേദനയുമായി ബന്ധപ്പെട്ട് കൈരളി ടി വിയിലെ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ട് എൻ്റെ ഒരു പ്രോഗ്രാം കൈരളി ടി വിയിൽ ഉണ്ടാവുകയും അത് യാദൃശികമായി ഇദ്ദേഹം കാണുകയും അപ്പോൾ തന്നെ എന്നെ വിളിക്കുകയും ഞാൻ എൻ്റെ ക്ലിനിക്കിലേക്ക് വരാൻ പറഞ്ഞ് അവിടെ ഒരാഴ്ച കിടന്നപ്പോൾ തന്നെ അവരുടെ വേദനകൾ കുറഞ്ഞു എന്നുള്ളതാണ്. ഒരു 3 മാസത്തിനകത്ത് ആൾ മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മരിച്ചു പോകുന്നതൊക്കെ എനിക്കറിയാം. അപ്പോഴാണ് ഈ കഥകളൊക്കെ പറയുന്നത്. ഞാൻ 50 ലക്ഷം രൂപയാണ് അവിടെ കൊണ്ട് കൊടുത്തത്, ഇനി അങ്ങോട്ട് പോകണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എനിക്ക് വേദന ഒന്ന് കുറച്ചാൽ മതി, മരിക്കുന്നത് വരെ ഈ വേദന ഒന്ന് കുറഞ്ഞാൽ മതി, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് വേദനാരഹിതമായ ഒരു അവസ്ഥയിലേക്ക് മാറുകയും പിന്നെ മരിക്കുന്നതിന് ഒരു 15 ദിവസം മുമ്പ് കോമാ സ്റ്റേജിലേക്ക് മാറുകയും പിന്നെ മരണത്തിന് വിധേയമാവുകയൊക്കെയാണ് ചെയ്തത്. പക്ഷേ ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റിന് വിധേയമായി പോയതിനു ശേഷം അദ്ദേഹത്തിന് വേദന ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ കുറച്ചു കാലം മുമ്പ് വേളി ഭാഗത്തു നിന്ന് ഒരാൾ അവിടെ വന്നു 9 മോർഫിൻ ടാബ്ലറ്റാണ് കഴിച്ചുകൊണ്ടിരുന്നത്. 9 മോർഫിൻ ടാബ്ലറ്റ് കഴിച്ചിട്ട് അവർക്ക് വേദന കുറയാതെയാണ് അവിടെ വന്നത്. അവർക്ക് ഇത്രേ നിർബന്ധമുള്ളൂ, വേദന ഒരു ആശ്വാസം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ 5 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അവർക്ക് വേദന കുറയ്ക്കാൻ സാധിച്ചു. മോർഫിൻ ടാബ്ലറ്റിൻ്റെ എണ്ണം കുറയ്ക്കാൻ സാധിച്ചു. എന്നിട്ട് 6 മാസം ഇവിടെ നിന്ന് പോകുമ്പോൾ ആകെ 9 മോർഫിൻ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരുന്ന ആൾ ഇവിടെ ഒരു 10-20 ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ 3 മോർഫിൻ ടാബ്ലറ്റ് കഴിച്ചാൽ മതി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പോയി. രാവിലെ, ഉച്ചയ്ക്ക്, രാത്രിയിൽ ഓരോ 3 മോർഫിൻ ടാബ്ലറ്റ് കഴിച്ചാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് പോവുകയും അവിടെ നിന്ന് അവരെ വീട്ടിൽ പോയതിന് ശേഷം നടക്കാനൊക്കെ പ്രയാസമായിരുന്നു. എന്നതിന് ശേഷം അവരെന്ത് ചെയ്തു, അവരുടെ ജീവിത നിലവാരം വർദ്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അവിടെയൊക്കെ നടക്കുന്നൊരു സാഹചര്യം, വീട്ടിൻ്റെ മുറ്റത്തും പരിസര പ്രദേശത്തൊക്കെ നടക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. നടന്നതിന് ശേഷം അവർ തന്നെ സ്വയം 3 എന്ന് പറയുന്ന മോർഫിൻ ടാബ്ലറ്റ് 1.5ലേക്ക് മാറ്റി. സ്വാഭാവികമായിട്ട് 6 മാസം കഴിഞ്ഞപ്പോൾ ആള് മരണപ്പെട്ടു പോയി എന്നുള്ളതാണ്. അപ്പം നമ്മളെ അടുക്കലേക്ക് വരുന്ന പല കേസുകളും ശരിക്ക് ലാസ്റ്റ് സ്റ്റേജിലാണ് ആളുകൾ വരുന്നത്. അവർക്ക് തന്നെയാണ് നമുക്ക് ഒരുപാട് റിസൾട്ട് കൊടുക്കാൻ സാധിക്കുന്നത്. അത്തരം കേസുകൾ ക്യാൻസർ പേഷ്യൻ്റ് തുടക്കത്തിലേ നമ്മളെ സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് രോഗമുക്തമാക്കുവാനും അവരുടെ ആയുസ് നീട്ടിക്കൂട്ടുവാനും നമുക്ക് സഹായകരമാണ് എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ അതിൻ്റെ ചില വർക്കിലാണ്. അതായത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്ന് പറയുന്നത് അലോപ്പതിയിൽ മാത്രമുള്ള ഒരു സിസ്റ്റമാണ്. ഞാൻ ഇതുപോലെയുള്ള കുറേ പേഷ്യൻറ്റിനെ കൈകാര്യം ചെയ്തതിന് ശേഷം എന്തുകൊണ്ട് പ്രകൃതി ചികിത്സയിൽ ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ഉണ്ടാക്കിക്കൂടാ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സൊസൈറ്റി രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അലോപ്പതിയുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് മാത്രം നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഒരു പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ ഉടനെ പാലിയേറ്റീവിൽ നിന്ന് ആൾ വരും, അവിടെ വന്ന് അതൊക്കെ ചെയ്തിട്ട് പോകും. അതിനും അപ്പുറം ശരിക്കും പ്രകൃതി ചികിത്സയ്ക്ക് ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കൊടുക്കാൻ സാധിക്കും. ഇത്തരം ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേദനകൾ കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്, അവർക്കൊരു സാന്ത്വനം കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ക്യാൻസർ സെൻ്ററുകളല്ല വേണ്ടത്, നമുക്കൊരു സൗഹൃദ സെൻ്ററുകളാണ് വേണ്ടത് എന്നുള്ളതാണ്. എൻ്റെ ഉമ്മ ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. പക്ഷേ മരണം വരെയും ഞങ്ങൾ കൂടെ കൊണ്ടു നടന്നിട്ട് അവർക്ക് മരിക്കുന്നത് വരെയും കാര്യമായ ഒരു പെയിൻ ഇല്ലാത്തൊരവസ്ഥയിൽ, അല്ലെങ്കിൽ സന്തോഷകരമാകുന്ന ഒരു അവസ്ഥയിലാണ് ആള് മരണത്തിന് 2014 മരണത്തിന്
വിധേയമാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും നമുക്ക് സൗഹൃദ സെൻ്ററുകൾ ഉണ്ടെങ്കിൽ കൂടുതൽ ആളുകളെ കൂടുതൽ രീതിയിൽ നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ പ്രകൃതി ചികിത്സയിലൂടെ നമുക്ക് ക്യാൻസർ രോഗികളെ ചികിത്സിക്കാൻ സാധിക്കും. അതിന് പേഷ്യൻ്റ് എത്തിപ്പെടുക എന്നതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും എത്തിപ്പെടുന്നത് അവസാന സ്റ്റേജിലാണ് പലപ്പോഴും ആളുകൾ എത്തുന്നത് എന്നത് ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ ഒരു സന്ദർഭമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. പ്രകൃതി ചികിത്സയിലെ മാർഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എത്രത്തോളം ക്യാൻസറിനെ മാറ്റിയെടുക്കാൻ സാധിക്കും? അതിൽ ഒന്ന് എന്ന് പറയുന്നത്, നമ്മൾ ക്യാൻസർ എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലല്ല അതിനെ അഡോപ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഒരു ക്ലീനിങ് പ്രോസസ്സാണ്, വാഷ് ഔട്ടാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ധാരാളം നമ്മുടെ ശരീരത്തിൽ ആവശ്യമാണ്. ക്യാൻസർ പേഷ്യൻ്റ് പ്രത്യേകിച്ച് അവർക്ക് രാവിലത്തെയും വൈകിട്ടത്തെയും വെയിൽ കൊള്ളിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ വൈറ്റമിൻ ഡി കൂടുതലായിട്ടുള്ള സമയം എന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള സമയം. പക്ഷേ ആ സമയത്ത് എന്തായിരുന്നാലും ഇത്തരം പേഷ്യൻ്റ് വെയിൽ കൊള്ളാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെയും വൈകിട്ടത്തെയും ഇളം വെയിൽ ധാരാളം കൊള്ളുക. അതോടൊപ്പം തന്നെ ആൽക്കലൈൻ കണ്ടന്റുകളായ പപ്പായ, മാതളം, ഈത്തപ്പഴം പോലെയുള്ള ഭക്ഷണ സാധനങ്ങൾ, കുക്കുംബർ, തക്കാളി പോലെയുള്ള ഭക്ഷണ സാധനങ്ങൾ, വാഴപ്പിണ്ടി, കുമ്പളങ്ങ പോലെയുള്ള സാധനങ്ങൾ, പിന്നെ അതോടൊപ്പം തന്നെ ഇലവർഗ്ഗങ്ങളിലാണെങ്കിൽ കൂവളത്തിൻ്റെ ഇല പോലെയുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ കൃത്യമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടും, അതോടൊപ്പം തന്നെ ചില ചികിത്സാ രീതികളും, അതോടൊപ്പം തന്നെ മറ്റ് ഹെർബൽ ട്രീറ്റ്മെൻറ്റുകളിലെ ചില ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ തീവ്രത കുറയ്ക്കുവാനും, അതോടൊപ്പം തന്നെ ക്യാൻസർ ഉൾപ്പെടെയുള്ള എല്ലാ രോഗങ്ങൾക്കും അതിൻ്റെ തീവ്രത കുറയ്ക്കുവാനും അത് മാറ്റിയെടുക്കുവാനും ഒക്കെ സഹായകരമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. എത്ര ഗുരുതരമായ രോഗികളാണെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ആ പേഷ്യൻറ്റിന് നമുക്ക് അറിയാൻ സാധിക്കും അവരുടെ രോഗത്തിൻ്റെ തീവ്രത കുറയുന്നതും അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പം ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ കുറച്ച് ഇലകൾ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, അങ്ങനെ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പഴവർഗ്ഗങ്ങളൊക്കെ നമ്മുടെ പ്രകൃതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കരുതെന്നും അതുമൂലമാണ് ക്യാൻസർ വരുന്നതെന്നും ചില ഡോക്ടേഴ്സ് പറയാറുമുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ശരിക്കും അതിനകത്ത് ഒരു വാസ്തവം ഇല്ലെന്നുള്ളതാണോ? അതുപോലെ അങ്ങനെയുള്ള പഴവർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വീട്ടിൽ തന്നെ ലഭിക്കുന്നതും ക്യാൻസറിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുന്നതും? അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു മുള്ളാത്തി ചക്കയെ കുറിച്ചിട്ടാണ്. മുള്ളാത്തി എന്ന് പറയുന്നത് ക്യാൻസറിന് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അത് ഒരുപക്ഷെ മുള്ളാത്തി ചക്ക പണ്ട് ഒരു മനുഷ്യനും ആവശ്യമില്ലായിരുന്ന ഒരു സാധനമാണ്. അത് ഇങ്ങനെ വന്നതിന് ശേഷം ഇപ്പൊ കിലോയ്ക്ക് 300-400 രൂപയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി വളരുന്ന ചെടികളിൽ ഉണ്ടാകുന്ന കായ്കനികൾക്ക് മെഡിസിനൽ വാല്യൂ കൂടുതലാണ്. അത് ചക്കയായിരുന്നാലും മാങ്ങയായിരുന്നാലും. ഇതിപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പ്ലാവിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശരിക്കും വളവും വെള്ളവും കൊടുക്കുന്നത്. ഒരു കാലത്ത് നമ്മൾ പ്ലാവിന് വളവും വെള്ളവും കൊടുത്തിരുന്നില്ലല്ലോ. പക്ഷെ അതിൻ്റെ കായ്ഫലം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിൻ്റെ ഏറ്റവും ഉയരത്തെ ശിഖരം മുതൽ താഴെ അറ്റം വരെ അത് ചക്ക തരുമായിരുന്നു. അതോടൊപ്പം തന്നെ മാങ്ങ, പ്രത്യേകിച്ച് കോട്ടുകുളം പോലെയുള്ള മാങ്ങകൾ ഒരു വളവും വെള്ളവും ഇടാതെയാണ് വർഷങ്ങൾ എന്ത് ചെയ്യുന്നത്, നല്ല കായ്ഫലം കൊടുക്കുന്നത്. എന്നതുപോലെ സ്വാഭാവികമായി വളരുന്ന എല്ലാ ചെടികളിലും അത് മനുഷ്യൻ നനയ്ക്കേണ്ട, മനുഷ്യൻ നടണ്ട, മനുഷ്യൻ നനയ്ക്കേണ്ട, മനുഷ്യന് അതിന് വളവും ഒന്നും ഇട്ട് കൊടുക്കണ്ട, അതിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന കായ്കനികൾക്ക് മെഡിസിനൽ വാല്യൂ കൂടുതലാണ്. ഇത് കഴിക്കേണ്ടത് ആളുകളാരാ? നമ്മളെ പോലെയുള്ള ആളുകളാണ്. അല്ലെങ്കിൽ ഒരു രോഗവും സ്ഥിരീകരിക്കാത്ത ആളുകളാണ് ഇത്തരം സാധനങ്ങൾ കഴിക്കേണ്ടത്. അത് പാഷൻ ഫ്രൂട്ട് ആയിരുന്നാലും, ഈ മുള്ളാത്തി ചക്ക ആയിരുന്നാലും, സീതപ്പഴമായിരുന്നാലും, ചക്ക ആയിരുന്നാലും, മാങ്ങ ആയിരുന്നാലും, ജാതിക്ക ആയിരുന്നാലും, ഇത്തരം സാധനങ്ങളിലൊന്നും ഒരു കാലത്ത് വളവും വെള്ളവും ഒഴിച്ചിരുന്നില്ല. പകരം ചില ആളുകൾ നട്ടിരുന്നു എന്നത് വാസ്തവമാണ്. അവരെ വീട്ടിൽ കൊണ്ടുവന്ന് നട്ടിരുന്നു എന്നുള്ളതല്ലാതെ പിന്നെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. അത്തരം സാധനങ്ങളിൽ മെഡിസിനൽ വാല്യൂ കൂടുതലാണ്. ആ മെഡിസിനൽ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് ക്യാൻസർ സെല്ലുകളെ അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് എന്ന്
പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ എന്ത് ചെയ്തു, ചില പഠനങ്ങൾ ഉണ്ടാവുകയും അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ക്യാൻസർ വന്നിട്ട് കീമോയും റേഡിയേഷനും കഴിഞ്ഞ ആളുകൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതായത് മരിക്കാൻ കിടക്കുന്ന പേഷ്യൻറ്റിനാണ് നമ്മുടെ മുള്ളാത്തിച്ചക്ക കൊടുക്കുന്നത്. അപ്പം മുള്ളാത്തിച്ചക്ക കൊടുത്ത് 2 ദിവസം കഴിയുമ്പോൾ ആൾ മരിച്ചു പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് അലോപ്പതി ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് മുള്ളാത്തിച്ചക്ക കൊടുത്തിട്ടാണ് ആളുകൾ മരിച്ചത്, അല്ലെങ്കിൽ മുള്ളാത്തിച്ചക്ക കഴിച്ചിട്ട്. ചില ആളുകൾ പറഞ്ഞു മുള്ളാത്തിച്ചക്കയിൽ മെഡിസിനൽ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, അത് കഴിച്ചിട്ടും ആൾ മരിച്ചുപോയി. ശരിക്ക് അത് കഴിച്ചാലും ആൾ മരിക്കും, കഴിച്ചില്ലെങ്കിലും ആൾ മരിക്കും. ആ ഒരു സ്റ്റേജിലാണ് ഈ മുള്ളാത്തിച്ചക്കയൊക്കെ ആളുകൾ കൊടുക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല പ്രശ്നം എന്ന് പറയുന്നത്, ഇത് വന്നതോടുകൂടി ഈ മെഡിസിനൽ വാല്യൂ ഇത്തരം സാധനങ്ങൾക്ക് കൂടുതലാണ് എന്ന് വന്നതോടുകൂടി ഇത് രാസവളമിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി. രാസവളമിട്ട് കൃഷി. പണ്ട് 1/2 കിലോ ഉണ്ടായിരുന്ന മുള്ളാത്തിച്ചക്കയുടെ ഇപ്പോഴത്തെ വെയിറ്റ് എന്ന് പറയുന്നത് 4-5 കിലോയാണ്. അതിനെ അങ്ങനെ ആ ഒരു രീതിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ വിത്തിൽ മാറ്റം വന്നു, അതിൻ്റെ വളത്തിൽ മാറ്റം വന്നു, അതിൻ്റെ വെള്ളത്തിൽ മാറ്റം വന്നു. അങ്ങനെയൊക്കെ ഇത് കൃഷി ചെയ്തതോടുകൂടി ഇതിൻ്റെ മെഡിസിനൽ വാല്യൂ നഷ്ടപ്പെടുകയും ചെയ്തു. എന്നിട്ട് അതിൻ്റെ വില മാത്രം കൂടി ഇപ്പോൾ മെഡിസിനൽ വാല്യൂ ഇല്ലാത്തൊരവസ്ഥയായി. എന്നിട്ട് ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്യാൻസർ വന്ന് മരിക്കാൻ കിടന്ന പേഷ്യൻറ്റിനാണ് ഇതൊക്കെ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇത് കഴിക്കേണ്ട ആളുകളെന്ന് പറയുന്നത് ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ സ്ഥിരീകരിക്കാത്ത നമ്മളെപ്പോലെയുള്ള ആളുകളാണ് ഇത് കഴിക്കേണ്ടത്. ഇത് കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു, ക്യാൻസർ സെല്ലുകൾ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോകും. അതോടൊപ്പം തന്നെ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കഴിവും ഈ മെഡിസിനൽ ഈ ഫ്രൂട്ട്സുകൾക്ക് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു എന്നതാണ് വാസ്തവമെന്ന് നമ്മൾ മനസ്സിലാക്കണം.